മുൻമന്ത്രി കെ.വി. ഗണേഷ് കുമാറിനെതിരായി കൊട്ടാരക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ 2 കോൺഗ്രസ് നേതാക്കന്മാർ മൊഴി കൊടുത്ത് കഴിഞ്ഞ ദിവസം. ബെന്നി ബെഹനാൻ, കോൺഗ്രസിൻ്റെ നേതാക്കളായ ബെന്നി ബെഹനാനും കെ.സി. ജോസഫിനും ആണ് കൊട്ടാരക്കര കോടതിയിൽ മൊഴി കൊടുത്തത്. ഗണേഷ് കുമാർ സരിതയുമായിട്ട് അടുപ്പത്തിലായിരുന്നല്ലോ. ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് സരിത ജയിലിൽ വെച്ച് എഴുതിയ ഒരു പരാതി, അത് സരിതയുടെ അഡ്വക്കറ്റിനെ ഏൽപ്പിക്കാൻ ജയിൽ സൂപ്രണ്ട് തീരുമാനിച്ചു. അത് തൻ്റെ വക്കീലിനെ ഏൽപ്പിക്കണമെന്ന് സരിത ജയിൽ സൂപ്രണ്ടിനോട് ആവശ്യപ്പെട്ടതുകൊണ്ട് വക്കീൽ അവിടെ വന്നു. ജയിൽ സൂപ്രണ്ട് 21 പേജുള്ള സരിതയുടെ ലെറ്റർ ഏൽപ്പിച്ചു. ആ സമയത്ത് കെ.ബി. ഗണേഷ് കുമാർ അവിടെ വന്നിരുന്നു. ഈ 21 പേജുള്ള സരിതയുടെ ലെറ്ററിനകത്ത് 4 പേജും കൂടെ ഗണേഷ് കുമാർ എഴുതി ചേർത്ത് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി രണ്ടാമത് ഇദ്ദേഹത്തിന് മന്ത്രിയാക്കാത്തതിലുള്ള വൈരാഗ്യം തീർത്തു എന്നാണ് അന്ന് വാർത്ത വന്നിരുന്നത്. 4 പേജ് അഡീഷണലായിട്ട് എഴുതി ചേർത്ത് മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടി സരിതയെ പീഡിപ്പിച്ചു എന്നാണ് അതിനകത്ത് എഴുതി ചേർത്തത്. അത് വലിയ കോലാഹലം സൃഷ്ടിച്ചു ആ ലെറ്റർ. പക്ഷേ അത് സരിത എഴുതിയതല്ല എന്ന്, സരിത എഴുതിയ തന്നെ ഏൽപ്പിക്കുമ്പം 21 പേജേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് സരിതയുടെ അഡ്വക്കറ്റും ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ മൊഴി കൊടുത്തിട്ടുണ്ട്. കൊട്ടാരക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കെ.ബി. ഗണേഷ് കുമാർ കള്ളത്തെളിവുകളുണ്ടാക്കിയാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹത്തിനെതിരായിട്ട് നീങ്ങിയതെന്ന് ആ വിവരത്തിനൊരു പ്രൈവറ്റ് കംപ്ലയിൻറ്റ് അവിടെ അഡ്വക്കേറ്റ് സുധീർ ജേക്കബ് കൊടുത്തിരുന്നു. അത് പ്രൈവറ്റ് കംപ്ലയിൻ്റാണ്. ആ പ്രൈവറ്റ് കംപ്ലയിൻറ്റിൽ ഇപ്പം ഗണേഷ് കുമാറിനെതിരായി അതിശക്തമായ തെളിവുകൾ കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കാരണം അതിനകത്ത് പരാതിക്കാരൻ സുധീർ ജേക്കബ് പറഞ്ഞിരിക്കുന്ന സാക്ഷികൾ ഓരോരുത്തർ വന്ന് മൊഴി കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അതിനകത്ത് നേരത്തെ സരിതയുടെ അഡ്വക്കറ്റ് ഗണേഷ് കുമാറിനെതിരായി മൊഴി കൊടുത്തു. തൻ്റെ കയ്യിൽ 21 പേജുള്ള എഴുത്തും അല്ലെങ്കിൽ ലെറ്റർ മാത്രമേ തന്നിരുന്നുള്ളൂ. കോടതിയിലെത്തിയപ്പോൾ അത് 25 പേജായി. അത് ഗണേഷ് കുമാർ എഴുതി ചേർത്തതാണ് എന്നാണ് തെളിവുകൾ വരുന്നത്. കൊട്ടാരക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കഴിഞ്ഞ ദിവസം ഇന്നലെ അവിടെ ബെന്നി ബെഹനാനും കെ.സി. ജോസഫും മൊഴി കൊടുത്തു. അവരുടെ 2 പേരുടെ മൊഴിയുടെ സാരാംശം മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ കുടുക്കാൻ കെ.ബി. ഗണേഷ് കുമാർ അതിനകത്ത് തിരുത്തി, ആ ലെറ്റർ തിരുത്തി കോടതിയിൽ കൊടുത്തു എന്നുള്ളതാണ് അവരുടെ മൊഴിയുടെ സാരാംശം. അവർ അതിൻ്റെ മോട്ടീവ് കൂടെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഗണേഷ് കുമാറിനെ മന്ത്രിസ്ഥാനത്തു നിന്ന് മാറ്റി അത് കഴിഞ്ഞ് വീണ്ടും ആക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് മെയിൽ ചെയ്തു, സരിതയെ ഉപയോഗിച്ചു എന്നുള്ളതാണ് അതിൻ്റെ സാരാംശം. അപ്പോൾ ആ പ്രൈവറ്റ് കംപ്ലയിൻറ്റിൻ്റെ മൊഴി അവിടെ ഇപ്പം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല VIP അവിടെ വരുന്നുണ്ട് കോടതിയിൽ. ഇതിനെ സംബന്ധിക്കുന്ന വസ്തുതകൾ, ഫാക്റ്റുകൾ കോടതിയിൽ അവർ വെളിപ്പെടുത്തുന്നുണ്ട്. കോടതി അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഈ കേസിൻ്റെ തെളിവുകൾ ഇതുവരെ വന്നിരിക്കുന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിശക്തമായ തെളിവുകൾ ഗണേഷ് കുമാറിനെതിരായിട്ട് വന്നു കഴിഞ്ഞു. അവിടെ ആ ലെറ്ററിനകത്ത് കൃത്രിമമായി എഴുതി ചേർത്തത് ഗണേഷ് കുമാറാണ്, അല്ലെങ്കിൽ ഗണേഷ് കുമാറിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ PA ആണ് എന്നൊക്കെയാണ് അന്ന് നമ്മൾ വാർത്ത കണ്ടത്. അതിലേക്കൊക്കെ ഫാബ്രിക്കേഷൻ ഓഫ് എവിഡൻസിൻ്റെ വകുപ്പൂടെ അതിനകത്ത് കയറി ഇറങ്ങി വരുന്നുണ്ട്. അതിലേക്ക് സഹായകരമായ ആ എവിഡൻസിന് കോടതിയിലെ ബോധ്യപ്പെടുത്താനുള്ള മറ്റ് തെളിവുകളും ഇപ്പോൾ കോടതിയിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കോടതിയിലെ സാക്ഷികൾ പറയുന്നു എന്നാണ് കാണുന്നത്. അതുകൊണ്ട് ഗണേഷ് കുമാറിനെതിരായി ഒരു അതിശക്തമായ ഒരു വിധി ആ കോടതിയിൽ നിന്നുണ്ടാകും എന്നാണ് കരുതുന്നത്.